മൗത്ത് ടേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൗത്ത് ബ്രീത്തിങ് മാറ്റാനാവുമോ? നമ്മൾ വായ കൊണ്ട് ശ്വസിക്കുന്ന സമയത്ത് നാവ് ഇരിക്കേണ്ട പൊസിഷനിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളെ എല്ലാം തന്നെ ഇത് സാരമായി ബാധിക്കുന്നതാണ്. ഇതൊരു 6 മുതൽ 10 വയസ്സിനുള്ളിൽ കണ്ടുപിടിക്കാനായാൽ നിങ്ങളുടെ ENTയുടെയും ഡെന്റിസ്റ്റിന്റെയും സഹായത്തോടു കൂടി ഇത് മാറ്റാനാവുന്നതാണ്. എന്നാൽ അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മുതിർന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മൗത്ത് ടേപ്സ് ഉപയോഗിച്ചാൽ മതിയോ? ഉറപ്പായും കൂട്ടുകാർ ഇതുപോലുള്ള ടേപ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ മൗത്ത് ബ്രീത്ത് ചെയ്യുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ചിലർക്ക് ഇത് ശീലം കൊണ്ടാണെങ്കിലും മറ്റു ചിലർക്ക് മൂക്കിന് തടസ്സമുള്ളത് കൊണ്ടോ, ദശയുള്ളത് കൊണ്ടോ, സൈനസിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടോ, ഒരുപാട് നാളായിട്ടുള്ള എന്തെങ്കിലും അലർജീസ് കാരണമോ, ടോൺസിൽസ് വലുപ്പം കൂടിയത് കൊണ്ടോ, മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളത് കൊണ്ടോ ആവാം. അപ്പോൾ ഇതെല്ലാം കാരണമാണ് നിങ്ങൾക്ക് മൂക്ക് കൊണ്ട് ശ്വസിക്കാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യം എടുക്കേണ്ടത്. എന്നാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നേരെ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതുപോലുള്ള ടേപ്സ് എത്രത്തോളം റിസൾട്ട് തരുന്നു എന്നുള്ളത് സയൻറ്റിഫിക് ആയിട്ട് ഇന്നും പ്രൂവ് ചെയ്യാത്തതാണ്. അതിനെക്കുറിച്ചുള്ള ലോങ് ടൈമിൽ ഒരു സ്റ്റഡീസും നടന്നിട്ടില്ല. അപ്പോൾ മൗത്ത് ബ്രീത്തിങ്ങുള്ള എല്ലാ കൂട്ടുകാരും ആദ്യം തന്നെ ഒരു ENTനെ കാണാം. നിങ്ങളുടെ മൂക്കിന് തടസ്സമില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മൗത്ത് ബ്രീത്തിങ് ആവുന്നത് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ച ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ മൂക്കിലെ തടസ്സം മാറി നിങ്ങളുടെ ശീലമാണ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓറൽ അപ്ലയൻസസും അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.